അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റമദാൻ 14 കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് വീഡിയോ കണ്ടു നോക്കാം. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു തീയൊക്കെ ഒന്ന് പിടിപ്പിക്കേണ്ടത് കേട്ടോ. നമുക്ക് നോമ്പുണ്ടെന്ന് വെച്ചിട്ട് മക്കൾക്ക് ഫുഡൊക്കെ റെഡിയാക്കണ്ടേ. അപ്പോൾ അവർക്ക് ചോറിന് വെള്ളമൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിറക് കിട്ടിയ കാരണം കൊണ്ട് തന്നെ ഞാൻ എല്ലാ അടുപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. ചോറ് അതുപോലെ തന്നെ മക്കൾക്ക് വെള്ളം കുടിക്കാനുള്ള വെള്ളം പിന്നെ കുളിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പ് തന്നെയാണ് കേട്ടോ വയ്ക്കുക. പിന്നെ ബാക്കി എല്ലാം കുക്കറിൽ വെക്കുന്ന കാരണം കൊണ്ട് ഗ്യാസ് തന്നെ കേട്ടോ വയ്ക്കുക. അങ്ങനെ പഴയ ഇവിടെ ഒരു കുക്കർ ഉണ്ടായിരുന്നു, പിന്നെ ഞാനതങ്ങനെ എടുത്ത് കൊടുത്തു. നമ്മൾ അടുപ്പില്ലാത്ത കാരണം കൊണ്ട് അതങ്ങനെ എടുത്ത് കൊടുത്തതായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നീ പറഞ്ഞാൽ പഴയത് ഇവിടെ പറഞ്ഞ് ഇരിക്കുന്നുണ്ട് വേറെ കേടായി. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കണം. പറ്റുമെങ്കിൽ നമുക്ക് അടുപ്പിൽ തന്നെ റെഡിയാക്കി എടുക്കാമല്ലോ വെച്ചിട്ട് കേട്ടോ. അതിൻ്റെ ചോറിന് വെള്ളമൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ. എന്നാലും ലൈക്കും കമൻറ്റൊക്കെ ഭയങ്കരമായിട്ട് കുറവാണ്. ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിപ്പോൾ വിറകൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള കാരണം കൊണ്ട് തന്നെ തീയൊക്കെ നന്നായിട്ട് ഇപ്പോൾ കത്തുന്നുണ്ട് കേട്ടോ. തീ പിടിപ്പിക്കുന്ന ഒരു ടൈമിൽ മാത്രമേ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ, പിന്നെ അങ്ങോട്ട് നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മണ്ണെണ്ണയൊന്നും ഇപ്പോൾ അങ്ങനെ കിട്ടാറില്ല, അല്ലെങ്കിൽ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാമായിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ കറിയാണ് പിന്നെ റെഡിയാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കാനായിട്ടും ആയി, മക്കൾക്ക് ഉച്ചയ്ക്കുള്ള ഫുഡിനും ആയല്ലോ വെച്ചിട്ട് അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉച്ചയ്ക്കുള്ളത് പിന്നെ നമ്മൾ വേറെ കറി വയ്ക്കാൻ നിൽക്കണ്ടല്ലോ, നമുക്ക് നോമ്പ് തുറക്കുമ്പോഴേക്കും ആവില്ല വെച്ചാൽ. അപ്പോൾ അങ്ങനെ കുക്കറിലാണ് കേട്ടോ എന്നാൽ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി എടുത്തത്. അതിൻ്റെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ ഞാൻ ഇറക്കി അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ ഒന്ന് അടുപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി ഇടാനുണ്ട്. പിന്നെ ഇവിടെയും മുറ്റമൊക്കെ ഒന്ന് അടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ അടുപ്പിൻ്റെ അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീയൊക്കെ ഒന്ന് കെട്ടതിൻ്റെ ശേഷം ഇതേപോലെ ഒന്ന് അടിച്ചൊക്കെ വാരി അങ്ങോട്ട് വൃത്തിയാക്കി ഇടും കേട്ടോ. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആയാലും നമ്മൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. തീ കത്തിക്കുന്ന ടൈമിലൊന്ന് അവിടെയൊക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയുന്നിട്ടാണ് കേട്ടോ കത്തിക്കാറ്. അതിനത് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് ഇനിയിപ്പോൾ ഇവിടെ മുറ്റമൊന്നും കൂടി കുറച്ച് അടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അകത്തതും അടുക്കളയിലത്തതും അകത്തതൊക്കെ അടിച്ചു വാരി ഇങ്ങോട്ട് പുറത്തേക്ക് തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വെച്ചിട്ട് അപ്പോൾ ഇത് 10 ദിവസം ഇവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കയറിപ്പോകാൻ പറഞ്ഞപ്പോൾ ആളങ്ങനെ കയറിപ്പോയിട്ടുണ്ട്. പിന്നെ ഇത് ഈ ബക്കറ്റിൽ മോന് മീനെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. എന്തോ കടുവോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്താ മീനാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ അവനാരോ കൊടുത്തതാണ്, അവൻ്റെ കൂട്ടുകാരനങ്ങോട്ട് കൊടുത്തതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതിനത് എവിടെയൊക്കെ ഒന്ന് അടിച്ചു വരാണ്ട്. അപ്പോൾ അകത്തത്തെ കടലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി അവിടെ കൂട്ടി വെക്കും. വൈകുന്നേരം ആകുമ്പോൾ ഒരു 6:30 ആകുമ്പോഴാണ് കേട്ടോ ഞാൻ തീയിടുക. അപ്പോൾ എന്താ വെച്ചാൽ കൊതുകിൻ്റെ ഇല്ല സാധാരണ, എന്നാലും അഥവാ ഒരു കൊതുകെങ്ങാനുണ്ടെങ്കിൽ അങ്ങോട്ട് പൊക്കോട്ടേ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അതിനത് എവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാത്തൂസിനെ ഞാനാണെങ്കിൽ കുളിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവളോട് ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഒച്ചിടുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വോയിസൊക്കെ ഇങ്ങോട്ട് കട്ടാക്കിയതാണ് കേട്ടോ. പിന്നെ എൻ്റെ സെൽഫി സ്റ്റിക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ ഇങ്ങനെ എടുത്തത് സുടാപ്പെടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഫോൺ വയ്ക്കാനിപ്പോൾ ഒരു സ്റ്റാൻഡില്ല. ഇപ്പോൾ എന്തായാലും ഒരു സ്റ്റാൻഡൊക്കെ മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ നോക്കണം. അങ്ങനെ ഇപ്പോൾ അവിടെ അടിച്ചു വരലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളെപ്പോഴും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കൊന്നും വലിയ തൃപ്തിയൊന്നും ഉണ്ടാവില്ല, വീഡിയോ കാണാനായിട്ട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ നെയ്സ് പത്തിരിയാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പത്തിരിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ലാസ്റ്റത്തെ പത്തിരിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നെയ്സ് പത്തിരിയുടെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ കാണാം. ഇപ്പോൾ പത്തിരിയൊക്കെ പിന്നെ ഇപ്പോൾ ആർക്കാണ് ഉണ്ടാക്കാൻ അറിയാത്തതിൽ എല്ലാവർക്കും പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ അതൊന്നും കാണിക്കാതിരുന്നത്. അങ്ങനെ പത്തിരി അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഷമാമ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ജ്യൂസ് അടിക്കാൻ പോകുന്നത്. പക്ഷേ ഞാനിത് പറയാം കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പഴുപ്പ് ചെറിയൊരു കുറവുണ്ട് കേട്ടോ. നല്ല പഴുത്ത് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ ഷമാമ് ജ്യൂസ് അടിക്കുമ്പോൾ. അപ്പോൾ ഞാനിത് ഇന്നലത്തെ വീഡിയോ ആണ്, പക്ഷേ വോയിസ് കൊടുക്കുന്നത് ഇന്നാണല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും ജ്യൂസ് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഷമാമ് ഞാൻ ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഉള്ളിലത്തെ ഇതൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം തൊലിയും കളഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. പിന്നെ ഒരു 4 ഈന്തപ്പഴം ഞാൻ ഇതേപോലെ വെള്ളത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുതിർത്ത് വെച്ചായിരുന്നു, കുരുവൊക്കെ കളഞ്ഞിട്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മധുരം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ഈന്തപ്പഴം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം, അരിഞ്ഞ് കിട്ടാൻ ഭയങ്കര സുഖമാണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് പാലാദ്യം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല പേസ്റ്റാക്കി അങ്ങോട്ട് എടുക്കാം. ഇനിയിപ്പോൾ പഴുപ്പ് കുറവായ കാരണം കൊണ്ട് പക്ഷെ നല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ അരഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇങ്ങനെ ഇതേ അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല പോലെ തന്നെ അടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ പീസ് ഇങ്ങനെ ചെറുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അരിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇതേ ബാക്കി പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ല പഴുത്തതാണെങ്കിൽ നമുക്കത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ. പക്ഷേ സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ, എനിക്ക് നല്ല ഇഷ്ടമായി, മക്കൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ജ്യൂസ് ആദ്യമായിട്ടാണ് കുടിക്കുന്നത്, കുടിച്ചിട്ടുണ്ട് പക്ഷേ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇതുവരെ. പക്ഷേ ആദ്യമായിട്ട് ഉണ്ടാക്കിയതായാലും ഞാൻ പറയുകയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിത് വേറെ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല കട്ടി പാലിലാക്കി എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും ഷെയ്ക്ക് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ജ്യൂസ് പോലെ കുറച്ച് ലൂസായിട്ടാണല്ലോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ഷമാമ് ഷെയ്ക്കല്ല ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി അവിടെ എടുത്ത് വയ്ക്കാം, നോമ്പ് തുറക്കാൻ നേരത്തെ എടുക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ ഞാൻ നമുക്കത് എന്തായാലും മതിയാവില്ല കേട്ടോ. എനിക്ക് ജ്യൂസ് എന്താ പറയുക, വെള്ളമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഫുഡിനെക്കാളും കൂടുതൽ ഞാൻ കുടിക്കുന്നത് വെള്ളമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മുടെ ചെറുനാരങ്ങയും പിന്നെ ഒരു 5-6 മുന്തിരിയും കൂടി ഇട്ടിട്ട് നമ്മൾ സർവത്ത് ഉണ്ടാക്കില്ലേ, അതിൽ 5-6 മുന്തിരിയും കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ദിവസമായിട്ടോ മോന് ഇവിടെ സൈക്കിളില്ലാത്ത കാരണം അങ്ങനെ കഞ്ഞി മേടിക്കാനായിട്ട് പള്ളിക്ക് പോകാറില്ല കേട്ടോ. ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല, ജീരകക്കഞ്ഞിയൊക്കെ മേടിച്ച് കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 14-ാം നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.